കോപം അത് പൊള്ളുന്ന തീയാണ്. അതിന് മറ്റുള്ളവരെ പൊള്ളിക്കാൻ കഴിയും. പക്ഷേ അത് ആദ്യം നിങ്ങളെ പൊള്ളിക്കുന്നു. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, കോപം പിടിച്ചു നിൽക്കുന്നത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി ചൂടുള്ള ഒരു കനൽ പിടിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് തന്നെയാണ് പൊള്ളലേൽക്കുന്നത്. ഈ വീഡിയോയിൽ കോപത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ബുദ്ധൻ്റെ ലളിതവും എന്നാൽ ശക്തവുമായ 4 തന്ത്രങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനെ അടിച്ചമർത്തിക്കൊണ്ടല്ല, മറിച്ച് അതിനെ പരിവർത്തനം ചെയ്തുകൊണ്ടാണ്. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. 1. കോപത്തിൻ്റെ അടിസ്ഥാനം അഥവാ മിഥ്യാധാരണയെ മനസ്സിലാക്കൽ. കോപം മറ്റുള്ളവരിൽ നിന്ന് വരുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ആരെങ്കിലും നമ്മെ അപമാനിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന് ആക്രമണമേറ്റതായി തോന്നുന്നതിനാൽ നമ്മൾ തൽക്ഷണം പ്രതികരിക്കുന്നു. എന്നാൽ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. സത്യത്തിൽ അവരുടെ വാക്കുകൾ വെറും ശബ്ദങ്ങൾ മാത്രമാണ്. ആ ശബ്ദങ്ങളെ വേദനയാക്കി മാറ്റുന്നത് നമ്മുടെ വ്യാഖ്യാനമാണ്. ഇത് മനസ്സിലാക്കുക എന്നതാണ് ആദ്യപടി. കോപത്തിന് കാരണം ഈ ലോകം അല്ല. ലോകം എങ്ങനെയായിരിക്കണമെന്ന് നാം ചിന്തിക്കുന്നതിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ആസക്തി മൂലമാണ് അത് ഉണ്ടാകുന്നത്. 2. താൽക്കാലിക വിരാമം അഥവാ പ്രതികരണത്തെ തകർക്കൽ. ബുദ്ധൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് തീപ്പൊരിക്കും സ്ഫോടനത്തിനും ഇടയിലുള്ള നിമിഷമാണ്. കോപം ഉയരുമ്പോൾ മനസ്സ് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു, ആക്രോശിക്കാൻ, തിരിച്ചടിക്കാൻ, പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ബുദ്ധൻ പറഞ്ഞു, കോപത്തെ കോപമില്ലാതെ കീഴടക്കുക, ശക്തരെ സൗമ്യത കൊണ്ട് കീഴടക്കുക. ആ ചെറിയ ഇടവേളയിൽ ഒരു ശ്വാസം എടുക്കുക. ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ശരീരത്തിലെ ചൂട്, പിരിമുറുക്കം, ഹൃദയമിടിപ്പ് എന്നിവ നിരീക്ഷിക്കുക. നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രതികരണത്തിൽ നിന്ന് അവബോധത്തിലേക്ക് മാറുന്നു. ഇതാണ് ടേണിംഗ് പോയിന്റ്. തീയിൽ അതിൻ്റെ ഇന്ധനം നഷ്ടപ്പെടുന്നു. 3. പ്രതിപ്രവർത്തനത്തിന് പകരം പ്രതിഫലനം നൽകുക. അടുത്തതായി തന്ത്രത്തിൻ്റെ 3ാം ഘട്ടം, പ്രതിഫലനം. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്താണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? പലപ്പോഴും കോപത്താൽ ഭയം, അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ നിരാശ പോലുള്ള കോപം ആഴത്തിലുള്ള വികാരങ്ങളെ മറക്കുന്നു. ഈ പാളികളെ നിരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. യഥാർത്ഥ ശത്രു മറ്റേ ആളല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. കോപത്തിന് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകാൻ കഴിയുമെന്ന് വിശ്വസിച്ചത് നിങ്ങളുടെ ഉള്ളിലെ അജ്ഞതയാണ്. 4. കോപത്തെ അനുകമ്പയാക്കി മാറ്റൽ. ബുദ്ധൻ പറഞ്ഞ അവസാനത്തെ സ്റ്റെപ്പ് പരിവർത്തനമാണ്. കോപം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം അനുകമ്പയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മറ്റേ വ്യക്തിയെ ശത്രുവായി കാണാതെ സ്വന്തം കാഴ്ചപ്പാടുകളിൽ കുടുങ്ങിയ ഒരാളായി കാണുമ്പോൾ കോപം ഉരുകുന്നു. ബുദ്ധൻ പറഞ്ഞു, വെറുപ്പ് കൊണ്ട് അവസാനിക്കുന്നില്ല, സ്നേഹം കൊണ്ട് മാത്രമേ അവസാനിക്കൂ. ഇതാണ് ശാശ്വത നിയമം. കരുണ എന്നാൽ ബലഹീനത എന്നല്ല, അതിനർത്ഥം ശക്തി എന്നാണ്. നിങ്ങളുടെ അഹങ്കാരം പോരാടാൻ ആഗ്രഹിക്കുമ്പോൾ ശാന്തത പാലിക്കാനുള്ള ശക്തി. അവസാനമായി, കോപം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധൻ്റെ തന്ത്രങ്ങൾ ലളിതമാണ്, പക്ഷെ ആഴമേറിയതാണ്. 1. കോപത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുക. കോപം നിങ്ങളുടെ ഉള്ളിലാണ് ജനിക്കുന്നത്. 2. താൽക്കാലികമായി പ്രതികരിക്കുന്നത് നിർത്തി നിരീക്ഷിക്കുക. 3. ഉള്ളിലെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നതിന് സ്വയം ചിന്തിക്കുക. 4. പരിവർത്തനം. കോപത്തിന് പകരം അനുകമ്പ കൊണ്ട് പരിവർത്തനം ചെയ്യുക. നിങ്ങൾ ഇത് പരിശീലിക്കുമ്പോഴും നിങ്ങൾ വികാരങ്ങളുടെ അടിമയായി മാറുന്നത് കുറയുകയും സ്വയം ഒരു യജമാനനായി മാറുകയും ചെയ്യുന്നു. കോപത്തെ നശിപ്പിക്കുക എന്നതല്ല ലക്ഷ്യം എന്നോർമ്മിക്കുക, മറിച്ച് അത് വ്യക്തമായി കാണുക എന്നതാണ്. ആ വ്യക്തതയിലൂടെ അത് അപ്രത്യക്ഷമാകുന്നു. കാരണം ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ മനസ്സ് ശാന്തമാകുമ്പോൾ സന്തോഷം ഒരിക്കലും വിട്ടുപോകാത്ത നിഴൽ പോലെ പിന്തുടരും.
ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.